വെൽക്കം ടു അജി കിച്ചൻ. ഇത് ഞാനൊരു ക്യാരറ്റും ഗ്രീൻ പീസും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാൻ പോവേ. ഗ്രീൻ പീസ് ക്യാരറ്റ് മുട്ടത്തോരൻ തേങ്ങയൊന്നും വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് റെഡിയാക്കാം. ഇതിന് തേങ്ങയൊന്നും വേണ്ട കേട്ടോ. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാട്ടോ. ഇതൊരു 3 ഇടത്തരമല്ല, ഒരു വിധം വലുത് തന്നെ കൊത്തി അരിഞ്ഞതാണ്. ഇത് ചെറുതായിട്ട് കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓണാക്കാം, സ്റ്റവ് ഓണാക്കാം. കടായി ചൂടാവട്ടെ. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയിട്ട് ഇതിനകത്ത് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില, ഇതിനകത്ത് ഒരു വലിയ സവാള കൊത്തി വരുന്നത്, ഇതിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് എരിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ചെറുതായിട്ടൊന്ന്. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. മതിയേ. ഇതിനകത്ത് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. കവർ ചെയ്ത് ഒരു 1-2 മിനിറ്റ് തീ ഒന്ന് സിമ്മിനും തൊട്ട് മേളിൽ മീഡിയത്തിനും തൊട്ട് താഴെ, അത്ര തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ക്യാരറ്റ് നോക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഈ കഴുകിയെടുത്ത് വെച്ചേക്കുന്ന ഫ്രോസൺ പീസില്ലേ, അതിട്ട് കൊടുക്കുക. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. പീസിന് വലിയ വേവില്ലല്ലോ, ഫ്രോസൺ പീസല്ലേ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. തീ സിമ്മിൽ വെച്ചിട്ട് 4-5 മിനിറ്റ് കിടക്കട്ടെ. നമ്മളെ ഗ്രീൻ പീസ് ക്യാരറ്റ് നോക്കേ. എല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ
ഒരു 4 മുട്ട ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഒഴിച്ചു കൊടുക്കേ. ഇതിൽ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് അത് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള ചോറാണ്, അല്ല ചോറല്ല തോരനാണ്. ചോറിന് പറ്റിയ, ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു തോരനാണിത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നല്ല രുചിയോട് കൂടിയൊരു ക്യാരറ്റ് പീസ് മുട്ടത്തോരൻ, നല്ലൊരു തോരനാണതേ. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തീ ഒന്ന് ശകലം ഒന്ന് കൂട്ടിയിടേ. ഞാൻ ഇതുവരെയും മീഡിയത്തിന് തൊട്ട് താഴെ ഇട്ടേക്കുമായിരുന്നേ. മതി. ഇത് നമുക്കൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാൻ ഗ്യാസ് ഓഫാക്കാനേ. ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്ക് ഇതിനകത്തോട്ട് പകർന്നു വെക്കാം. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ടേസ്റ്റ് ആയതേ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് ക്യാരറ്റ് മുട്ടത്തോരൻ. ഭയങ്കര ഈസി ആയിട്ടുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ചപ്പാത്തി റോൾ ചെയ്ത്, അല്ലെങ്കിൽ ചോറുണ്ടെങ്കിൽ ചോറ് ഇതിനകത്തിട്ട് തട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒക്കെ കൊടുത്തു വിടാം. പിന്നെ ഓഫീസിൽ പോകുന്നവർക്കും കൊണ്ടുപോകാം, ഒക്കെ ചെയ്യാം. അപ്പം ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.